ഇനി നമുക്ക് നമസ്കാരത്തെക്കുറിച്ച് പറയാം. നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ടാണ് അത് പിന്നീട് പറയാം എന്ന് വിചാരിച്ചത്. നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒന്നാമത്, നമസ്കാരത്തിൻ്റെ വുജൂബ്, നമസ്കാരം നിർബന്ധമാണ് എന്ന കാര്യം ഒരാൾ നിഷേധിച്ചാൽ, നമസ്കാരം നിർബന്ധമില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല, ഇജ്മാ ഉണ്ട്. നമസ്കാരത്തെ പരിഹസിക്കുക, നമസ്കരിക്കുന്നത് അത് ഒരു നിസ്സാര കാര്യമായി കാണുക, മനസ്സിൽ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമസ്കാരത്തെ പുച്ഛിച്ച് സംസാരിക്കുക, നമസ്കരിക്കുകയില്ല എന്ന്, നമസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുക, അങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ കാഫിറാണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ഇനി ഒരാൾ മടി കൊണ്ട്, അലസത കൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കുന്നു, നമസ്കാരം നിർബന്ധം തന്നെയാണ്, പക്ഷെ എൻ്റെ ഈമാൻ കുറവായതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള നിലപാടാണ് ഒരാൾക്കെങ്കിലോ, അങ്ങനെയുള്ള ആളെക്കുറിച്ചാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഉള്ളത്. നമസ്കാരം മടി കൊണ്ട്, അലസത കൊണ്ട് ഉപേക്ഷിക്കുന്നയാളുടെ അവസ്ഥ എന്താണ്? രണ്ട് അഭിപ്രായമുണ്ട് പണ്ഡിതന്മാർക്ക്, കാഫിറാണോ അതല്ല ഒരു ഫാസിഖായ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ. അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം ഏതാണ്? കാഫിറാകും എന്നതാണ്. ആ കാര്യത്തിൽ സഹാബത്തിനിടയിൽ ഇജ്മാ ഉണ്ട്, സഹാബത്ത് ഏകോപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്, ബൈനൽ അബ്ദി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കുസ്സലാ. ഒരടിമയും ഷിർക്കും കുഫറും തമ്മിലുള്ള അതിര് എന്ന് പറയുന്നത് നമസ്കാരം ഉപേക്ഷിക്കലാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഒരാൾ കാഫിറാകുന്ന തെർക്ക്, നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാകും എന്ന് പറഞ്ഞു. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഈ ഹദീസ് തെളിവാണ്. ഈ ഹദീസ് ചില ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, കാഫിറാവുകയില്ല, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാവുകയില്ല എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീസിനെ അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അവർ പറയുന്നത് ഇവിടെ നമസ്കാരം ഉപേക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ജുഹൂദ്, നിഷേധമാണ്. നമസ്കാരം നിർബന്ധമല്ല, നമസ്കാരത്തിൽ കാര്യമില്ല എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഈ ഹദീസ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ വാദം ശരിയാണോ? അത് ബുദ്ധിപരമായി തന്നെ ശരിയല്ല. കാരണം എന്താണ്? ദീനിലെ ഏതൊരു കാര്യത്തെ നിഷേധിച്ചാലും കാഫിറാകും, നമസ്കാരം മാത്രമല്ല. അപ്പം നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്ന് പ്രത്യേകം പിന്നെ പറയേണ്ടതില്ല. എന്ന് മാത്രമല്ല, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റാവി, ഈ ഹദീസിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള ജാബിർ റളിയല്ലാഹു അൻഹു അതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തോട് താബിഇയായ മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലാ ചോദിച്ചതായി ഇമാം മർവസി റഹിമഹുല്ലാ നേരത്തെ നമ്മൾ പറഞ്ഞ കിതാബിൽ തഅലീം ഖദ്ർ സ്വലാ എന്ന കിതാബിൽ പറയുന്നത് കാണാം. മാ കാന യുഫർരിഖു ബൈനൽ കുഫ്രി വൽ ഈമാനി ഇൻദകും മിനൽ അഅമാൽ ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈമാന്റെയും കുഫറിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന അമൽ ഏതായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്? അന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്വഹാബത്തിൻ്റെ ഇടയിൽ ഈമാനും കുഫറും വേർതിരിക്കാൻ വേണ്ടി നിങ്ങൾ കണക്കാക്കിയിരുന്ന അമൽ, പരിഗണിച്ചിരുന്ന അമൽ ഏതാണ് എന്ന് ചോദിച്ചു മുജാഹിദ് റഹിമഹുല്ലാ ജാബിർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്സലാ, നമസ്കാരമാണ്. അപ്പോൾ ഇതാണ് സ്വഹാബത്തിൻ്റെ ഫഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉദ്ദേശിച്ചത് നമസ്കാരത്തിൻ്റെ വുജൂബിനെ നിഷേധിക്കുക എന്നർത്ഥമല്ല, ഒരു അമൽ എന്നുള്ള നിലക്ക് നമസ്കാരം ഉപേക്ഷിച്ചാൽ മതി എന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബത്തിനിടയിലുള്ള അഭിപ്രായം എന്നാണ് പറയുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതുമല്ല. അതുപോലെ താബിഇയായ അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് റഹിമഹുല്ലാ പറയുന്നു, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫർ ഇല്ല അസ്സലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏതൊരു അമൽ ഉപേക്ഷിച്ചാലും ആ ഉപേക്ഷിക്കുന്നതിനെ കുഫറായി കണ്ടിരുന്നില്ല, ഇല്ല അസ്സലാഹ്, നമസ്കാരം ഒഴികെ. നമസ്കാരം ഉപേക്ഷിച്ചാൽ കുഫറാണ് എന്നായിരുന്നു സഹാബത്തിൻ്റെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ അവരുടെ ഇജ്മാ ആണ്. സഹാബത്ത് അക്കാര്യത്തിൽ ഏകോപിച്ചു. ഇതിനെതിരായി നമസ്കാരം ഉപേക്ഷിച്ചവൻ മടികൊണ്ട്, അലസത കൊണ്ട് നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിർ അല്ല, അവൻ ഇസ്ലാമിൽ തന്നെ തുടരും എന്ന് ഒരു സഹാബി പോലും പറഞ്ഞതായി ആരും വാദിക്കുന്നു പോലുമില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്ന അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. ഇനി ഇവിടെ പറഞ്ഞ ഈ തർക്കു സലാഹ്, നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാകും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ അക്കാര്യത്തിൽ പല അഭിപ്രായക്കാരാണ്. ചില ഒരൊറ്റ നമസ്കാരം ഉപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു അറിയപ്പെട്ട ആലിമാണ് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ. ഒറ്റ നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാകും എന്ന് പറഞ്ഞവരുണ്ട്. ജംഅ ആക്കുന്ന രണ്ട് നമസ്കാരങ്ങൾ, ളുഹറും അസ്റും കൂടി ഒഴിവാക്കുക, മഗ്രിബും ഇശാവും കൂടി ഒന്നിച്ച് ഉപേക്ഷിക്കുക,
അങ്ങനെ ചെയ്താലാണ് കാഫിറാവുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒരു ദിവസം മുഴുവൻ 5 വക്ത് നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാകും എന്ന് പറഞ്ഞവരുണ്ട്. ഇത് മാത്രമല്ല, പൂർണ്ണമായി നമസ്കാരം ഉപേക്ഷിക്കുക, അങ്ങനെയാണെങ്കിൽ മാത്രമേ കാഫിറാവുകയുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. അതാണ് ശരിയായ അഭിപ്രായം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അവരൊക്കെ ഈ അഭിപ്രായക്കാരാണ്. പൂർണ്ണമായി നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾ മാത്രമേ കാഫിറാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് അവർ ഈ അഭിപ്രായം തിരഞ്ഞെടുത്തത്? അതിന് തെളിവുണ്ട്. അതിനാണ് തെളിവിൻ്റെ പിൻബലമുള്ളത് മറ്റഭിപ്രായങ്ങളെക്കാൾ. ഇമാം അഹ്മദ് റഹിമഹുല്ലാ, അതുപോലെ അബൂദാവൂദും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസുണ്ട്. ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്ന ഹദീസ്. ഇമാം നവവി റഹിമഹുല്ലാ, അതുപോലെ ഇബ്നു അബ്ദുൽ ബർ, അവരൊക്കെ സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 5 സ്വലവാത്ത്, 5 നമസ്കാരങ്ങൾ, ഇഫ്തറഹുന്ന അല്ലാഹു അസ്സ വജല്ല അലാ ഇബാദിഹി, അല്ലാഹു തആല മനുഷ്യർക്ക് അവ നിർബന്ധമാക്കിയിരിക്കുന്നു. ഫമൻ ലഖിയഹു ബിഹിന്ന, ആരാണോ ഈ 5 നമസ്കാരവും നിർവഹിച്ച അവസ്ഥയിലായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, ലം യുദയ്യ മിൻഹുന്ന ഷൈഅ, അതിലൊന്നും തന്നെ അവൻ പാഴാക്കിയിട്ടില്ല. ഒരു നമസ്കാരം ഉപേക്ഷിക്കാതെ 5 നേരവും നമസ്കരിച്ച അവസ്ഥയിൽ അള്ളാഹുവിനെ ആരാണോ കണ്ടുമുട്ടിയത്, ലഖിയഹു വലഹു ഇൻദഹു അഹദ്, അള്ളാഹുവിൻ്റെ അടുക്കൽ തനിക്കൊരു കരാറുള്ള അവസ്ഥയിലാണ് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക. എന്ന് പറഞ്ഞാൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം എന്നൊരു ഉറപ്പ് അള്ളാഹു അവൻ നൽകിയിരിക്കുന്നു. ആ ഉറപ്പോട് കൂടിയായിരിക്കും അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിൽക്കുക. യുദ്ഖിലുഹു ബിഹിൽ ജന്ന, ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. വമൻ ലഖിയഹു, ഇനി മറ്റൊരാൾ ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, വഖദ് ഇൻതഖസ മിൻഹുന്ന ഷൈഅൻ ഇസ്തിഖ്ഫാഫൻ ബിഹഖിഹിന്ന, ഈ നമസ്കാരത്തിൻ്റെ സ്ഥാനത്തെ നിസ്സാരമാക്കിക്കൊണ്ട് അതിൽ പലതും ഉപേക്ഷിച്ച അവസ്ഥയിൽ, നമസ്കാരം പലതും ഒഴിവാക്കിയ അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടിയതാരാണോ, ലഖിയഹു വല അഹ്ദ ലഹു, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇങ്ങനെ ഒരു കരാറില്ലാത്ത, ഉറപ്പില്ലാത്ത അവസ്ഥയിലായിരിക്കും. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന ഉറപ്പില്ലാതെയായിരിക്കും. അവനെ അള്ളാഹു എന്താണ് ചെയ്യുക, ഇൻഷാ അഅദബഹു വ ഇൻഷാ ഗഫറ ലഹു, അവൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കും, ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും. അപ്പോൾ ഈ ഇൻഷാ അഅദബഹു വ ഇൻഷാ ഗഫറ ലഹു എന്ന് പറഞ്ഞ വാക്ക് എന്തിനെ കുറിച്ച് പറയുന്നതാണ്? വൻപാപങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അത് കുഫറിനെ കുറിച്ച് പറയുകയില്ല. കാരണം കാഫിറിന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അപ്പോൾ ഈ ഹദീസ് വ്യക്തമായ തെളിവാണ്. ഇവിടെ നമസ്കാരം കുറച്ച് ഉപേക്ഷിച്ച ആളെക്കുറിച്ചാണ് പറയുന്നത്. അവൻ അള്ളാഹു ചിലപ്പോൾ ശിക്ഷിക്കും, ചിലപ്പോൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ വല്ലപ്പോഴും നമസ്കരിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കാര്യമല്ല. അതിൻ്റെ അർത്ഥം അത് നിസ്സാരമായ തെറ്റാണെന്നാണോ? അല്ല. പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്, മദ്യപാനിയേക്കാളും വ്യഭിചാരിയേക്കാളും കൊലപാതകയേക്കാളും വലിയ കുറ്റക്കാരാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവർ, വല്ലപ്പോഴും തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്നവർ. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് നമസ്കാരം കാരണമില്ലാതെ ജംഅ് ചെയ്യുന്നത്. ഒരു കാരണവുമില്ലാതെ ജംഅ് ചെയ്യുന്നത് അത് പാപമാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. ഒരു ഉദറില്ലാതെ ജംഅ് ചെയ്യുക എന്നുള്ളത്, നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയം തെറ്റിച്ച് നമസ്കരിക്കുക എന്നുള്ളത്, അപ്പോൾ നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്. പക്ഷേ അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാവുകയില്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. വെള്ളിയാഴ്ച മാത്രം നമസ്കരിക്കുന്ന ആൾ, പെരുന്നാൾ മാത്രം നമസ്കരിക്കുന്ന ആൾ, അങ്ങനെയുള്ള ആളുകൾ പോലും മുസ്ലിമായി പരിഗണിക്കപ്പെടും. പക്ഷേ വലിയ ഒരു പാപമാണ് അവർ ചെയ്യുന്നത്. ഇനി ധാരാളം ആളുകൾ ചോദിക്കാറുള്ള ചോദ്യമാണ്, നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾ അത് മടക്കി നമസ്കരിക്കേണ്ടതുണ്ടോ? ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ദീനിൻ്റെ നെടുന്തൂണാണ്. നമസ്കാരമില്ലാത്തവന് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. അവൻ മുസ്ലിം എന്നുള്ളൊരു പേര് നിലനിൽക്കുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. പക്ഷേ വലിയ ഒരു വൻപാപമാണ് ചെയ്യുന്നത്. ഒരു 100 ആളെ കൊല്ലുന്നതിനേക്കാൾ വലിയ തെറ്റാണ് നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഇൻഷാ അദ്ദബഹു ഇൻഷാ ഗഫറ ലഹു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും, ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. അത് നിസ്സാര കാര്യമല്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്കാർക്കും സഹിക്കാൻ സാധിക്കുന്നതല്ല. എന്ന് മാത്രമല്ല, നമസ്കാരം ഉപേക്ഷിക്കുന്നതോടുകൂടി ഒരാൾ പിന്നെ എന്ത് മാസിയത്തും ചെയ്യാൻ തയ്യാറായി. കാരണം ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരമാണ് മാസിയത്തുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് നമ്മെ തടയുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, നമസ്കാരത്തിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരാളുടെ ദീൻ. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നല്ല നിലപാടുള്ള ഒരാൾ, നമസ്കാരത്തിൽ വീഴ്ച വരുത്താത്ത ഒരാൾ, അയാളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നല്ല അവസ്ഥയിലായിരിക്കും. നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണോ അല്ലേ എന്ന് ചർച്ചയുണ്ട് എന്ന് പറയുമ്പോൾ അത് എൽമിയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് പറയുന്നു. കാരണം ചില സന്ദർഭങ്ങളിൽ ഈ മസാല അറിയേണ്ടി വരും. ഉദാഹരണത്തിന്, അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അത് ശരിയാണോ, നിക്കാഹ് ശരിയാണോ അല്ലേ എന്ന് അറിയേണ്ടി വരും. അങ്ങനെയുള്ള എൽമിയായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ മസാല പറയുന്നത്. അതല്ല എങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് അത് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ
പാപമാണ്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ എത്ര മുന്നിലാണോ അത്രയും ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ മുന്നിലായിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, നമസ്കാരത്തിൽ കണിഷ്ഠത പുലർത്തുന്ന ആളുകൾ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിലെത്തുന്ന ആളുകൾ, ജമാഅത്തിൻ്റെ കാര്യത്തിൽ കണിഷ്ഠതയുള്ള ആളുകൾ, അവർ മറ്റെല്ലാ കാര്യങ്ങളിലും അവരുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലും അവരുടെ ജീവിതത്തിലുള്ള തൗഫീഖ് അത് നമുക്ക് കണ്ടറിയാൻ സാധിക്കും അല്ലേ. ഉപേക്ഷിക്കുന്ന ആളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പുറത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിൽ എത്തുന്നത് മുസ്തഹബാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്, അതിൽ തർക്കമില്ല. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിൽ എത്തുന്നത് മുസ്തഹബാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നമസ്കാരത്തെ നിസ്സാരമായി കാണാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. കാഫിറാണോ അല്ലേ എന്ന കാര്യത്തിൽ മുൻഗാമികൾക്കിടയിൽ ഇങ്ങനെ ചർച്ചയുണ്ടായിട്ടുണ്ട്. അത് കാഫിറാകും എന്നതാണ് ശരിയായ അഭിപ്രായം. ആ കാഫിറാകുന്ന അവസ്ഥ നമസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കലാണ് എന്നതിന് ഹദീസിൽ തെളിവുണ്ട്. ഇനി നമ്മുടെ വിഷയം, നമസ്കാരം ഉപേക്ഷിച്ചവർ അത് മടക്കി നമസ്കരിക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർക്ക് ഇതിൽ രണ്ട് അഭിപ്രായമുണ്ട്. ചില ആളുകൾ മടക്കി നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആളുകളല്ല, ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബിൻ്റെയും ഇമാമിങ്ങളുടെ അഭിപ്രായം ഇതാണ്: നമസ്കാരം ഉപേക്ഷിച്ചാൽ അത് മടക്കി നമസ്കരിക്കും. ഒരു വർഷം നമസ്കരിച്ചിട്ടില്ല, ഇനി തൗബ ചെയ്യുമ്പോൾ ഈ ഒരു വർഷത്തെ നമസ്കാരം നമസ്കരിച്ച് കൂട്ടണമെന്നാണ് 4 മദ്ഹബിൻ്റെയും അഭിപ്രായം. പക്ഷേ കൂടുതൽ ശരിയായ തെളിവുകളോട് യോജിക്കുന്ന അഭിപ്രായം അത് വേണ്ട എന്നാണ്. 4 മദ്ഹബിലും നമസ്കരിച്ച് വീട്ടണം, അങ്ങനെ നമസ്കരിച്ച് വീട്ടണം എന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് എന്ന്. അത്രയധികം പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരി എന്താണ്? നമസ്കരിച്ച് വീട്ടേണ്ടതില്ല എന്നാണ്. നമസ്കരിക്കണം, മടക്കി നമസ്കരിക്കണം എന്ന് പറയുന്നവർ അവർ തെളിവാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? മറന്ന ഒരാൾ, നമസ്കാരം മറന്നുപോയ ഒരാൾക്ക് നമസ്കാരം മടക്കി നമസ്കരിക്കണം. ഉറങ്ങിപ്പോയ ഒരാൾ നമസ്കാരത്തിൻ്റെ വക്ത് കഴിയുന്നതുവരെ ഉണരുന്ന സമയത്ത് ആ നമസ്കാരം നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നാമ അൻ സലാത്തിൻ ഔ നസിയഹ ഫല്യുസല്ലിഹ ഇദാ ദക്കറഹ. ഒരാൾ ഒരു നമസ്കാരത്തെ മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ അത് ഓർമ്മ വരുമ്പോൾ നമസ്കരിക്കണം. അപ്പോൾ മറന്നുപോയ ഒരാൾക്ക് മടക്കി നമസ്കരിക്കണമെങ്കിൽ കരുതി കൂട്ടി ഉപേക്ഷിക്കുന്നത് എന്തായാലും മടക്കണമല്ലോ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ തെളിവുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഒന്നാമത്, ഒരു ഇബാദത്ത് ഖളാ, അത് അതിൻ്റെ സമയം കഴിഞ്ഞാൽ വീണ്ടും ചെയ്തു വീട്ടുക എന്നുള്ളതാണ് ഖളാ എന്ന് പറയുന്നത്. ഒരു ഇബാദത്ത് നമ്മൾ ഖളാ ചെയ്യണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന വേണം. നമുക്കറിയാം, സ്ത്രീകൾക്ക് അവരുടെ ഹൈദിൻ്റെ സമയത്ത് നമസ്കാരം മടക്കി നമസ്കരിക്കേണ്ടതില്ല, നോമ്പ് മടക്കി വീട്ടണം, നോമ്പ് നോറ്റ് വീട്ടണം. ആരാണ് പറഞ്ഞത്? അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണ്. അപ്പോൾ ഖളാ എന്ന് പറയുന്നത് ഒരു തെളിവ് വേണ്ട കാര്യമാണ്. ഇങ്ങനെ നമസ്കാരം ബോധപൂർവ്വം ഉപേക്ഷിച്ച ആളുകൾക്ക് ആവർത്തിച്ച് വീണ്ടും നമസ്കരിക്കാനുള്ള ഒരു കൽപ്പന ഖുർആനിലോ സുന്നത്തിലോ ഇല്ല. രണ്ടാമത്തേത്, ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരി എന്ന കിതാബിൽ, സ്വഹീഹ് ബുഖാരിയുടെ ഷർഹാണ്. ഇമാം ഇബ്നു റജബിന് ഫത്ഹുൽ ബാരി എന്ന പേരിൽ ഒരു ഷർഹുണ്ട്, ഇബ്നു ഹജറിൻ്റെ ഷർഹിൻ്റെ പുറമെ അതല്ലാത്ത മറ്റൊരു ഷർഹുണ്ട് ഇതേ പേരിൽ. അതിൽ അദ്ദേഹം പറയുന്നു, ഈ അഭിപ്രായം പറഞ്ഞൊരു സഹാബിയുമില്ല. ബോധപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾ നമസ്കാരം വീണ്ടും വീട്ടണമെന്ന് പറഞ്ഞ ഒരു സ്വഹാബി പോലും ഇല്ല. അതുപോലെ തന്നെ ധാരാളം സലഫുകളുടെ അസറുകളുണ്ട്, നമസ്കരിക്കേണ്ടതില്ല, തൗബ ചെയ്ത ഒരാൾ താൻ ഉപേക്ഷിച്ച നമസ്കാരങ്ങൾ മടക്കേണ്ടതില്ല എന്ന് പറഞ്ഞ സലഫുകളുടെ ധാരാളം അസറുകൾ കാണാൻ സാധിക്കും. അതൊരിക്കലും ഈ പാപത്തെ, നമസ്കാരം ഉപേക്ഷിക്കുക എന്ന കാര്യത്തെ നിസ്സാരമാക്കാൻ വേണ്ടിയല്ല. സലഫുകൾ പറയുക എങ്ങനെയാണ്, അവരുടെ അസറുകൾ എങ്ങനെയാണ്? അവൻ നമസ്കരിച്ച് വീട്ടേണ്ട എന്നല്ല, അവൻ നമസ്കരിച്ച് വീട്ടിയാലും അത് സ്വീകരിക്കുകയില്ല എന്ന്. അത് യഥാർത്ഥത്തിൽ വളരെ കടുപ്പമുള്ള ഖൗലാണ്. നമുക്ക് ബാഹ്യമായി നോക്കുമ്പോൾ തോന്നും ഇത് എളുപ്പമുള്ള അഭിപ്രായമാണ്, നമസ്കരിച്ച് വീട്ടേണ്ടതില്ല എന്നുള്ളത്. അത് ശരിയല്ല. നമസ്കരിച്ച് വീട്ടാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു, നമസ്കരിച്ച് വീട്ടാമായിരുന്നു. പക്ഷേ കരുതി കൂട്ടി നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾക്ക് അത് വീട്ടാൻ അവസരമില്ല. തൗബ ചെയ്യുക, അള്ളാഹു സ്വീകരിച്ചാൽ സ്വീകരിച്ചു. ഇതൊരിക്കലും ഈ പ്രവൃത്തിയെ നിസ്സാരമായി കാണാൻ പറയുന്നതല്ല. അതുപോലെ ഏതൊരു മാസിയത്താണെങ്കിലും തൗബ എന്നുള്ളത് നമ്മൾ ആ പാപം ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല. ഈ തൗബ സ്വീകരിച്ചെന്ന് ആർക്കറിയാം? അള്ളാഹു താല നമ്മുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഉറപ്പില്ല. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ തട്ടിയ ദുഃഖവും അതുപോലെ തൗബയുടെ ഷർത്തുകളും നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ വീണ്ടും ഈ തെറ്റ് നമ്മൾ ചെയ്യുകയും തൗബ ചെയ്യാൻ അവസരം കിട്ടാത്തൊരവസ്ഥയിൽ മരിച്ചു പോവുകയാണെങ്കിലോ? അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായി കാണാൻ വേണ്ടി പറയുന്നതല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സലഫുകൾ പലരും ഇത് പറഞ്ഞിട്ടുണ്ട്, കരുതിക്കൂട്ടി നിസ്കാരം ഉപേക്ഷിച്ച ഒരാൾക്ക് അത് മടക്കാനുള്ള അവസരമില്ല എന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ്, നാലാമത്തെ ഒരു തെളിവ്, ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ, നമസ്കരിച്ച് വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും ശക്തമായ തെളിവ് എന്താണ്? നമുക്കറിയാം, ഒരാൾ ഒരു നമസ്കാരത്തിൻ്റെ വക്താവുന്നതിന് മുമ്പ് നമസ്കരിച്ചാൽ അത് സ്വീകരിക്കുകയില്ല. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു വക്ത് നമസ്കരിച്ചാലോ
ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരാൾ ഇശാ നിസ്കരിച്ചു അറിഞ്ഞുകൊണ്ട്, അത് സ്വീകരിക്കുകയില്ല എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്, തർക്കമില്ല. ഇതേ പ്രവൃത്തിയാണല്ലോ നമസ്കാരത്തിന് വക്ത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന ഒരാളും ചെയ്യുന്നത്. കുറേ വർഷങ്ങൾ നമസ്കരിച്ചിട്ടില്ല, അതിൻ്റെയൊക്കെ സമയവും കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്താണ് സമയമെന്ന് പറയുന്നത്. അപ്പോൾ നമസ്കാരം അവനൊന്നും സ്വീകരിക്കുകയില്ല എന്ന് ഈ 4 തെളിവുകളാണ് അതിനവർ പറയുന്നത്. എന്നാൽ ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു, ചില ഉലമാക്കൾ നമസ്കരിച്ച് വീട്ടേണ്ടതുണ്ട്, തൗബ ചെയ്തയാൾ പഴയ നമസ്കാരം മടക്കേണ്ടതുണ്ട് എന്നതിന് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞതായി നമ്മൾ പറയുകയുണ്ടായി. ആ ഇജ്മാൻ്റെ അവസ്ഥ എന്താണ്? ഇജ്മാ ഉണ്ടായിരുന്നെങ്കിൽ അത് തെളിവായിരുന്നു, പിന്നെ നമ്മൾ ഹദീസുകളൊന്നും നോക്കുകയില്ല. ഇജ്മാന് അത്ര വലിയ സ്ഥാനമുണ്ട്. വൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഉലമാക്കൾ പറയുന്നത് എന്താണ്? നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഖുർആനിലെ ആയത്താണ് വൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഈ ആയത്തിൽ എന്ത് മനസ്സിലാക്കാം? നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കേണ്ടതില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലാണ് മടക്കാൻ പറഞ്ഞത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ ആ നിലപാട് ശരിയാണ്, ഇജ്മാ ശരിയാണെന്നുള്ളതിനുള്ള തെളിവാണ് ഈ ആയത്ത്. അപ്പോൾ ഇങ്ങനൊരു ഇജ്മാ ഉണ്ടോ? ഇജ്മാ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇജ്മാ ഇല്ല. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, താബിഇയായ ഇമാം, അദ്ദേഹത്തിന് ഈ അഭിപ്രായമാണുള്ളത്. അങ്ങനെ പലരുമുണ്ട്. അതുപോലെ ഇമാം ഷാഫിയുടെ അറിയപ്പെട്ട ശിഷ്യനായ അബ്ദുറഹ്മാൻ, അതുപോലെ ഇമാം ഇബ്നു ബത്ത, ഇമാം ബർബഹാരി, ഇങ്ങനെയുള്ള ഇമാമിങ്ങളൊക്കെ ഈ അഭിപ്രായക്കാരാണ്. ഇനി മറ്റൊരു തെളിവ് ഈ അഭിപ്രായമുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഉറങ്ങിപ്പോയ ഒരാളോട് ഖിയാസാക്കി, ഉറങ്ങിയ ആൾ മടക്കി നിസ്കരിക്കേണ്ടതുണ്ട്, അപ്പോൾ ബോധപൂർവ്വം ഉപേക്ഷിച്ച ആളും മടക്കണം. അത് ഒരു നിലക്കും ശരിയല്ല. കാരണം എന്താണ്? ഖിയാസ് എന്ന് പറഞ്ഞാൽ 2 ഹുക്കുമുകൾ അല്ലെങ്കിൽ 2 മസലകൾ അത് പരസ്പരം സാദൃശ്യമുള്ളതായിരിക്കണം. ഇവിടെ അല്ലെ, പരസ്പരം സാദൃശ്യമുള്ള 2 വസ്തുക്കളുടെ വിധി, ഒന്നിൻ്റെ വിധി തന്നെ മറ്റേതിനും ബാധകമാക്കുക, അതാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കള്ള് ഹറാമാണ്, ലഹരി ഉണ്ടാക്കുന്ന മറ്റൊരു വസ്തു പുതുതായിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അതും ഹറാമായിരിക്കും. കാരണം ഈ കള്ളിൻ്റെ അതേ സ്വഭാവം ഇതിലുമുണ്ട്. ഇവിടെ ഖിയാസാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? മഅ്ദൂറായിട്ടുള്ള, അള്ളാഹും റസൂലും ഉദ്ർ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഉറങ്ങിപ്പോയവൻ, മറന്നുപോയവൻ. ബോധപൂർവ്വം ഉപേക്ഷിച്ച ആളോ അവൻ കുറ്റക്കാരനാണ്, തെറ്റുകാരനാണ്. അപ്പോൾ ഇളവുള്ള ഒരാളുടെ വിധി കുറ്റക്കാരനായ ഒരാൾക്ക് ബാധകമാക്കുക എന്നുള്ളത് ഖിയാസിനെതിരാണ്. ഇത് ശരിയല്ല. അപ്പോൾ നമസ്കരിച്ച് വീട്ടേണ്ടതില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. ഇനി അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ, നമസ്കാരം കുറേ കാലം ഉപേക്ഷിച്ചിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അവർ നിരാശരാകണമെന്നാണോ അതിനർത്ഥം? ഒരിക്കലുമല്ല. തൗബ ചെയ്യുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമ തൗബ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവനാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസിഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസിഉൽ ലൈൽ. രാത്രി പാപം ചെയ്തയാൾ മടങ്ങി വരാൻ വേണ്ടി അള്ളാഹു പകൽ 2 കൈയും നീട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ചും അല്ലാഹു തആല തൗബ ചെയ്യുന്നവർക്ക്, ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. പക്ഷേ ഇങ്ങനെയുള്ള വലിയ തെറ്റ് ചെയ്ത ആളുകൾ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ധാരാളം സുന്നത്ത് വർദ്ധിപ്പിക്കുക. സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നമസ്കാരത്തിൽ നമുക്ക് ധാരാളം സമയങ്ങളുണ്ട് അല്ലെ? ഹദീസുകൾ പരിശോധിച്ചാൽ ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. രാത്രി നമസ്കാരം പരിധിയില്ല, ഇശാ മുതൽ ഫജ്ർ വരെ നമുക്ക് നമസ്കരിക്കാം. അതുപോലെ തന്നെ ദുഹാ നമസ്കാരം പരിധിയില്ല. അതുപോലെ ചില ഹദീസുകളിൽ ളുഹർ മുതൽ അസ്ർ വരെ തുടർച്ചയായി 2 റക്അത്തായി സുന്നത്ത് നമസ്കരിക്കാം എന്ന് കാണാൻ സാധിക്കും. അതുപോലെ മഗ്രിബ് മുതൽ ഇശാ വരെ ഈ 2 റക്അത്തായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതായി ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പതിവാക്കാതെ വല്ലപ്പോഴുമൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള നവാഫിലുകൾ, സുന്നത്തായ നമസ്കാരങ്ങൾ, അതുപോലെ മുത്തലക്കായി നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ വിലക്കപ്പെട്ട സമയമല്ലാത്ത സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അതുപോലെ ഫജ്റിന് ശേഷം ഉദിക്കുന്നത് വരെയുള്ള സമയം, ളുഹറിൻ്റെ തൊട്ട് മുമ്പുള്ള ഏതാനും മിനിറ്റുകൾ, ഈ സമയങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ സുന്നത്ത് നമസ്കരിക്കാം. അപ്പോൾ ഇതാണ് പരിഹാരം. ഈ അഭിപ്രായക്കാരാണ് ഇക്കാലത്ത് ഏറ്റവും അറിയപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ 3 ഇമാമിങ്ങൾ, ഇബ്നു ബാസും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ, അതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിം ജമിയാൻ, ഇവരെല്ലാം ഈ അഭിപ്രായക്കാരാണ്. അപ്പോൾ ഇതാണ് നമസ്കാരം ബോധപൂർവം ഉപേക്ഷിച്ചവരുടെ ഹുക്മാണ്. അപ്പോൾ ഇതാണ് 5 ഇസ്ലാം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളും നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരാളുടെ ദീനിൻ്റെ അടിത്തറയാണ്. നമ്മൾ ഹദീസ് ജിബ്രീൽ പറഞ്ഞു, ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഇങ്ങനെയാണ് 3 പദവികൾ. അതിലൊന്നാമത്തേതാണ് ഒരാൾ ഈ ദീനിൽ അംഗത്വം നിലനിർത്താൻ വേണ്ട കാര്യമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു വിശദീകരണമുണ്ട്. ഈ 5 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ അതോടുകൂടി കാഫിറായി എന്നർത്ഥമില്ല.
ഷഹാദത്തും നമസ്കാരവുമാണ് ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം. അത് രണ്ടുമില്ലെങ്കിൽ പുറത്താകും. അകത്തും പുറത്തുമായി വേർതിരിക്കുന്ന കാര്യങ്ങൾ ഷഹാദത്തും നമസ്കാരവുമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അത് അതിൻ്റെ വിധി അംഗീകരിച്ചാൽ അയാൾ മുസ്ലിമായി. സക്കാത്ത് ഇസ്ലാമിൽ നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ് എന്ന് വിശ്വസിച്ചാൽ മുസ്ലിമായി, അത് ചെയ്തിട്ടില്ലെങ്കിൽ. എന്നാൽ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വലിയ പാപമാണ്. ഈ ഓരോ അമലിൻ്റെയും സക്കാത്തും നോമ്പും ഹജ്ജും ഇത് ഉപേക്ഷിച്ചവരെ കുറിച്ച് വഈദ്, അവർക്ക് ഇന്ന ശിക്ഷയുണ്ട് എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. സക്കാത്ത് ഉപേക്ഷിച്ച ആളുകൾക്ക് അവരുടെ സമ്പത്ത് പാമ്പിൻ്റെ രൂപത്തിൽ ഖബറിൽ അവരെ ചുറ്റി പൊതിഞ്ഞുകൊണ്ടിരിക്കും എന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ വഈദ്, താക്കീതുകൾ ഈ 3 കാര്യത്തിലും വന്നിട്ടുണ്ട്. എന്നാൽ അത് ഉപേക്ഷിക്കുന്നവൻ കാഫിറാവുകയില്ല എന്ന് മാത്രം. നമസ്കാരം ഉപേക്ഷിച്ചയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, പുറത്താകും എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. എത്രയോ ആളുകൾ നമസ്കാരം ഉപേക്ഷിച്ച് നടക്കുന്നത് നമുക്ക് കാണാം, മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട്. പലരും അതൊരു തെറ്റായി തന്നെ കാണുന്നില്ല. 2 ആളുകളുണ്ട് നമ്മുടെ മുന്നിൽ. ഒരാൾ നിസ്കാരമില്ലാത്തവനാണ്, അവന് കുറച്ച് സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക. വേറെ ഒരാൾ മനുഷ്യന്മാരുടെ പെരുമാറാൻ, മാതാപിതാക്കളോടും നാട്ടുകാരോടൊക്കെ വളരെ നല്ല പെരുമാറ്റമാണ്, എല്ലാവർക്കും ഉപകാരമുള്ള ആളാണ്, നമസ്കാരമില്ല. ആർക്കായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കുക? ഈ നല്ല പെരുമാറ്റമുള്ള ആൾക്കായിരിക്കും പലരും മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾ 1000 പേരെ കൊന്നിട്ടുണ്ട്, പക്ഷെ നമസ്കരിക്കുന്നുണ്ട്. മറ്റൊരാൾ 1000 പേരുടെ ജീവൻ രക്ഷിച്ചവനാണ് ബീദിനല്ല എന്ന് വിചാരിക്കുക, നമസ്കാരമില്ല. ഇതിൽ നമസ്കരിക്കുന്നവനാണ് അഫ്ളൽ, അത് തർക്കമില്ല. അപ്പോൾ നമസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ പാപമാണ്. ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ മാസിയത്താണ് നമസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായും ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നത് എപ്പോഴാണ്? നമസ്കാരം തീരെ ഉപേക്ഷിക്കുമ്പോഴാണ്. ഒരു നിലക്കും നമസ്കരിക്കുകയില്ല എന്ന് വരുമ്പോഴാണ് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താവുക. അങ്ങനെ ചെയ്ത ആളുകൾ, നമസ്കാരം ഉപേക്ഷിച്ച ആളുകൾ എന്താണ് വേണ്ടത്? അവരത് നമസ്കരിച്ച് വീട്ടണോ? അത് നമ്മൾ പറഞ്ഞു, അങ്ങനെ വീട്ടാൻ ഒരു കൽപ്പന ഹദീസിൽ വരാത്തത് കൊണ്ട് വീട്ടിയിട്ട് കാര്യമില്ല, നമസ്കരിച്ചതൊന്നും കാര്യമില്ല. സുന്നത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുകയും തൗബ വർദ്ധിപ്പിക്കുകയും ചെയ്യുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും ചെയ്യുക, ഇതാണ് പരിഹാരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിഅ ആയ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ 40 ഹദീസുകളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രാധാന്യം ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 40 ഹദീസുകൾ നവവി റഹിമഹുല്ലാ വെറുതെ ഏതെങ്കിലും 40 ഹദീസ് എഴുതി വെച്ചതല്ല, ഒന്നാമത്തെ ദിവസം പറഞ്ഞതാണ്. ഈ 40 ഹദീസും ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളായിട്ടുള്ള ദീനിൻ്റെ എല്ലാ അമലുകളെയും ഉൾക്കൊള്ളുന്ന അങ്ങനെയുള്ള സ്വഭാവമുള്ള ഹദീസുകളാണ്. ഈ കിതാബിൻ്റെ പേര് തന്നെ എന്താണ്? അൽ അർബഈൻ ഫി മബാനിൽ ഇസ്ലാം വ ഖവാഇദിൽ അഹ്കാം എന്നാണ് കിതാബിൽ നവവി റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ള പേര്. ഇസ്ലാമിൻ്റെ അടിത്തറകൾ വിശദീകരിക്കുന്ന 40 ഹദീസുകൾ. ഈ ഹദീസ് നമ്മൾ കണ്ടു, അർക്കാനുൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ വിശദീകരിച്ചത് അമലിയായി നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. അതുപോലെയാണ് ഓരോ ഹദീസും. അപ്പോൾ ഈ ഹദീസുകൾ ശരിയായ നിലക്ക് മനസ്സിലാക്കിയാൽ ഇസ്ലാമിനെക്കുറിച്ച്, നമ്മുടെ ദീനിനെക്കുറിച്ച് നമുക്ക് പൊതുവായൊരു ധാരണ കിട്ടും. ചില പണ്ഡിതന്മാർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു അറിയപ്പെട്ട ആലിം മദീനയിലുള്ള ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫദഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരാളോട് ഈ കിതാബ് പഠിക്കാൻ വേണ്ടി പറഞ്ഞു, അർബഊൻ നവവിയ്യ, ഇത് ഹിഫ്ലാക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ഇത് ഹിഫ്ലാക്കി. അയാളൊരു സാധാരണക്കാരനാണ്, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല. അങ്ങനെ അദ്ദേഹം ഇത് ഹിഫ്ല് ചെയ്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളാണ്, വേറൊരു രാജ്യത്ത് നിന്ന് വന്നിട്ട്. അങ്ങനെ ഈ ഹദീസുകൾ അദ്ദേഹം ഹിഫ്ലാക്കി, അതിൻ്റെ ഷറഹ് പഠിച്ചു, മനസ്സിലാക്കി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും മസാല ചോദിച്ചാൽ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇതിലൊരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആളുകളൊക്കെ ഇയാളൊരു ആലിമാണ് എന്ന് വിചാരിച്ച് ഇയാളെടുത്ത് ഫത്വ ചോദിക്കാനൊക്കെ വരാൻ തുടങ്ങി എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഷെയ്ഖിനോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഈ ഹദീസുകൾ അത്രയും വിശാലമായ അർത്ഥങ്ങളാണുള്ളത്. ഓരോ ഹദീസും വളരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ ഏതൊരു മസലയും ഈ ഹദീസുകളുമായി എന്തെങ്കിലും തരത്തിൽ, ഈ 40 ഏതെങ്കിലും ഒരു ഹദീസുമായി, 42 ഹദീസുകളുണ്ട്, അതിലേതെങ്കിലും ഒന്നുമായി ബന്ധമുള്ളതായി നമുക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും പഠിച്ചാൽ ഒരുപാട് ഇൽമ് നമുക്ക് കിട്ടും. ഹിഫ്ലാക്കാൻ സാധിക്കുന്ന ആളുകൾ ഹിഫ്ലാക്കുക. കാരണം ഹിഫ്ലാക്കിയാൽ, നമ്മൾ എന്തൊരു കാര്യം മനഃപ്പാടമാക്കിയാൽ ആ മനഃപ്പാടമാക്കിയ വാക്കുകളുടെ അർത്ഥം നമ്മുടെ മനസ്സിൽ അത്രയും ഉറക്കും. അതിനെക്കുറിച്ച് നമ്മൾ കേട്ട കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എഴുതിയെടുക്കാൻ പറ്റുന്ന ആളുകൾ എഴുതിയെടുക്കുക, ഹിഫ്ലാക്കാൻ കഴിയുന്ന ആളുകൾ ഹിഫ്ലാക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് വലിയ പ്രയോജനം ഇതുകൊണ്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ ദീനിൻ്റെ ശറഇൻ്റെ ഇൽമും അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത
അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.